വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബീറ്റ്റൂട്ട് തോരനാണ്. നമ്മൾ സാധാരണ തോരൻ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ബീറ്റ്റൂട്ട് ഇഷ്ടമല്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടും. വെൽക്കം ടു ദി വീഡിയോ. ഈ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് മീഡിയം സൈസിലുള്ളൊരു ബീറ്റ്റൂട്ട് വേണം. ഈ ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഇനി ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ല ബലം കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഞെരടി എടുക്കുമ്പോൾ തേങ്ങയിൽ നിന്നും ബീറ്റ്റൂട്ടിൽ നിന്നും വരുന്ന വെള്ളം കൊണ്ട് ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് തോരനാക്കാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് മൂത്ത് വന്നാൽ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ബീറ്റ്റൂട്ട് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് തോരനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഈ ഒരു ബീറ്റ്റൂട്ട് തോരന് നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ബീറ്റ്റൂട്ടിന് പൊതുവേ ഒരു മധുരമാണ്. ആ മധുരം ഇഷ്ടമല്ലാത്തവർ കുറച്ച് എരിവൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.